Hello, this is Malayalam Tutorials. Malayalam Tutorials in മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. പ്രോഗ്രാമിംഗ്, വെബ് ഡിസൈനിങ്, ചിത്രകല, 3D ആർട്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലുള്ള നിരവധി ട്യൂട്ടോറിയലുകൾ ഈ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്കുകൾക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോ ചാനൽ പ്ലേലിസ്റ്റ് സെക്ഷനോ സന്ദർശിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സ്ട്രിങ്ങുകളെ കുറിച്ചാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും സ്ട്രിങ്ങുകൾ ഉണ്ടാവും. എന്താണ് സ്ട്രിങ്ങുകൾ? ഒന്നോ ഒന്നിലധികമോ അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ സ്ട്രിങ്ങുകൾ എന്ന് പറയുന്നത് എന്ന് സാമാന്യമായി പറയാം. സീക്വൻസ് ഓഫ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ്, ഒരുപാട് യൂണിക്കോഡ് ക്യാരക്ടറുകളുടെ ഒരു ശ്രേണി. സോ നമുക്ക് സ്ട്രിങ്ങുകളെ ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ പരിചയപ്പെടാം. ഒരു വാക്ക് ഇപ്പോൾ മലയാളത്തിലായാലും അത് ഇംഗ്ലീഷിലായാലും അറബിയിലായാലും ഏത് ഭാഷയിലായാലും ഒരു വാക്ക് അല്ലെങ്കിൽ വാക്കുകളെല്ലാം സ്ട്രിങ് ആണ്. ഉദാഹരണത്തിനൊരു പുസ്തകം, ആ പുസ്തകത്തിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ടാവും അല്ലേ, സെൻറ്റൻസുകൾ ഉണ്ടാവും, പാരഗ്രാഫുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ വലിയൊരു സ്ട്രിങ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തത് എന്തായിരുന്നു? പ്രിൻറ്റ് ഹലോ വേൾഡ് എന്നായിരുന്നു. ഇതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഒരു സിംഗിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ കൊട്ടേഷൻ, 3 കൊട്ടേഷനുകൾ, അങ്ങനെ കൊട്ടേഷനുകൾക്കുള്ളിലാണ് നമ്മൾ സ്ട്രിങ്ങുകളെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് പ്രിൻ്റ് മെത്തേഡിൽ ഒരു സ്ട്രിങ്ങിനെ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഒരു വേരിയബിളായിട്ടാണ് നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ വേരിയബിളിനൊരു പേര് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് എന്താണ്? അവർ വേൾഡ് ഈസ് അവർ ലൈഫ് എന്നാണ്. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ആ സ്ട്രിങ്ങിനെ മെമ്മറിയിൽ സൂക്ഷിച്ചു. ഇനി നമുക്കതിന് വേണമെന്നുണ്ടെങ്കിൽ സ്ലോഗൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പ്രിൻ്റ് ചെയ്ത് തരും. ഓക്കെ, അതൊരു സ്ട്രിങ് ആണ്. ഇനി നമ്മളിത് സിംഗിൾ കൊട്ടേഷനിലാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രിങ്ങുകളെ നമുക്ക് ഡബിൾ കൊട്ടേഷനുകളിലും ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ കീപ് ക്ലീൻ, ഇത് ഡബിൾ കൊട്ടേഷനിലാണ് നമ്മൾ കൊടുത്തത്. രണ്ടും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ ഉപയോഗിക്കാം, ഡബിൾ ഉപയോഗിക്കാം. പക്ഷേ ഏതിലാണോ തുടങ്ങിയത് അതിൽ തന്നെ അവസാനിപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് സിംഗിൾ കൊട്ടേഷനിൽ തുടങ്ങിക്കൊണ്ട് ഡബിൾ കൊട്ടേഷനിൽ അവസാനിപ്പിക്കരുത്. ഇങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സിംഗിൾ കൊട്ടേഷനാണ്, ഇവിടെ ഡബിൾ കൊട്ടേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ സിംഗിൾ കൊട്ടേഷൻ ഇടുന്നതും നമ്മൾ അടിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അതൊരു സ്ട്രിങ് ആണ് എന്നാണ് ആ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുത്തിട്ട് പോലും അതിനുശേഷം വരുന്ന പ്രിൻറ്റിൻ്റെ ക്ലോസിങ് പാരന്തസിസ് പോലും ഗ്രീൻ കളറിലാണ് വരുന്നത് അല്ലേ. അതിനർത്ഥം ആ സ്ട്രിങ് അവസാനിച്ചിട്ടില്ല, ഇനിയും എന്തൊക്കെയോ ടൈപ്പ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മുടെ ഷെല്ല് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ അവസാനിപ്പിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിൻടാക്സ് എററായിട്ട് മാറും. അപ്പോൾ സിംഗിൾ കൊട്ടേഷനിലാണ് തുടങ്ങുന്നതെങ്കിൽ സിംഗിൾ കൊട്ടേഷനിൽ തന്നെ അവസാനിപ്പിക്കണം. ഡബിൾ കൊട്ടേഷനിലാണ് തുടങ്ങുന്നതെങ്കിൽ ഡബിൾ കൊട്ടേഷനിൽ തന്നെ അവസാനിപ്പിക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിൽ ഒരു ഡബിൾ കൊട്ടേഷൻ കാണണമെന്ന് വിചാരിക്കുക. നമ്മുടെ സ്ട്രിങ്ങിൽ ഒരു ഡബിൾ കൊട്ടേഷൻ കാണണം, ഔട്ടിൽ തന്നെ നമുക്ക് കാണണം. അതെങ്ങനെ സാധിക്കും? നമുക്ക് നോക്കാം. പ്രിൻറ്റ്, ഇതിപ്പോൾ ഒരു സ്ട്രിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ന്യൂ എന്നുള്ളതിന് ഡബിൾ കൊട്ടേഷനിൽ ശ്രദ്ധാപൂർവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചുറ്റും 2 ഡബിൾ കോട്ട് കൊടുക്കാം. ഓക്കെ, ഒരു പ്രശ്നവും നമുക്കിവിടെ കാണുന്നില്ലല്ലോ അല്ലേ. തുടങ്ങി അവസാനിപ്പിച്ചു, ഇതിനുള്ളിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഡബിൾ കൊട്ടേഷൻ അടക്കം ആ സ്ട്രിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. അതായത് പ്രിൻറ്റ് ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇരുവശത്തും ഡബിൾ കൊട്ടേഷനിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ നമ്മൾ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങിന് ഔട്ടായിട്ട് കിട്ടും. പക്ഷേ എല്ലായ്പ്പോഴും നമുക്കിതിങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതാൻ കഴിഞ്ഞോളണമെന്നില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വലിയൊരു സെക്ഷനാണ് നമ്മൾ സ്ട്രിങ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിൽ സിംഗിൾ കൊട്ടേഷൻ ഉണ്ടാകും, ഡബിൾ കൊട്ടേഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. എല്ലാ സ്ട്രിങ്ങുകളിലും സിംഗിൾ കൊട്ടേഷൻ മാത്രമേ ഉപയോഗിക്കൂ എന്നോ ഡബിൾ കൊട്ടേഷൻ മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുക? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സിംഗിൾ കൊട്ടേഷനിൽ തുടങ്ങണം. ദിസ് ഈസ് എ ന്യൂ കാർ ആൻഡ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതിപ്പോൾ നമ്മളൊരു സ്ട്രിങ് ആണ്. ഇതിൽ നമുക്ക് കാർ എന്നുള്ളത് ഇതേപോലെ തന്നെ സിംഗിൾ കൊട്ടേഷൻ തന്നെ വരണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ കാർ എന്നുള്ളതിന് ചുറ്റും സിംഗിൾ കൊട്ടേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ
രൂപങ്ങളാകെ മാറിപ്പോയി അല്ലേ. നമ്മളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് സിൻടാക്സ് എന്നുള്ള രൂപത്തിൽ വന്നു. അപ്പോൾ അത് നമ്മൾ അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ വേണം അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊട്ടേഷനാണെന്ന് അടയാളപ്പെടുത്താൻ, ഇവിടെ വെച്ച് സ്ട്രിങ് മുറിഞ്ഞു പോകരുത് എന്ന് അടയാളപ്പെടുത്താൻ ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ പ്രശ്നം തീർന്നു അല്ലേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടായി പ്രശ്നം, അഥവാ ഈ സ്ട്രിങ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു, ഇത് വീണ്ടും പ്രശ്നമാകും. അപ്പോൾ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യണം, രക്ഷപ്പെടുത്തണം അല്ലേ. അപ്പോൾ അവിടെയും ഒരു ബാക്ക് സ്ലാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്ട്രിങ് ഇപ്പോൾ വളരെ കറക്റ്റാണ്. ഞാനിപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർ എന്നുള്ളതിന് സിംഗിൾ കൊട്ടേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. സിംഗിൾ കൊട്ടേഷൻ മാത്രമല്ല, നമുക്ക് ഡബിൾ കൊട്ടേഷൻ വരികയാണെങ്കിലും ബാക്ക്വേർഡ് സ്ലാഷ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാം. ഇനി സ്ട്രിങ്ങുകളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. ഇപ്പോൾ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു, F2 എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു രാമു. ഇപ്പോൾ 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. രാജു ആൻഡ് രാമു ആർ ഫ്രണ്ട്സ് എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രിൻ്റ്? രാജു എന്നുള്ളതിന് പകരം നമ്മൾ F1 എന്ന് കൊടുക്കും. അതിനുശേഷം ആൻഡ് എന്ന് വരുന്നുണ്ട് അല്ലേ. ആൻഡ് എന്നുള്ളതിന് വേരിയബിൾ ഇല്ല, അത് നമ്മൾ മാനുവലായിട്ട് കൊടുക്കണം. അപ്പോൾ ആൻഡ് നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് എന്താണ്? F2 ആണ് അല്ലേ. രാമു എന്ന് പറയുന്നത് F2 ആണ്. പ്ലസ് അതിനോട് ചേർത്ത് നമ്മൾ 2 സ്ട്രിങ്ങുകളെ അല്ലെങ്കിൽ ഒന്നിലധികം സ്ട്രിങ്ങുകളെ കൂട്ടി യോജിപ്പിക്കുന്നത് പ്ലസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത്. നമ്മൾ കോൺകാറ്റിനേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ F2 അതാണ് രാമു. പിന്നെ അതിന് ശേഷം വരുന്നത് ആർ ഫ്രണ്ട്സ് എന്നുള്ളതിന് വേരിയബിളുകളില്ല, അത് മാനുവലായിട്ട് നമ്മൾ അവിടെ ആ സ്ട്രിങ് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയായി. അപ്പോൾ രാജു ആൻഡ് രാമു ആർ ഫ്രണ്ട്സ് എന്ന് വരും. പക്ഷെ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ രാജു എന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ ആൻഡ് എന്നുള്ളത് എന്ത് ചെയ്യും, അടുപ്പിച്ച് വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്പേസ് വേണം അല്ലേ. ആൻഡിന് മുമ്പും ശേഷവും, അതുപോലെ തന്നെ ആർ ഫ്രണ്ട്സ് എന്നുള്ളതിന് മുമ്പും ശേഷവും വേണം. ശേഷം ആവശ്യമില്ല, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രാജു ആൻഡ് രാമു ആർ ഫ്രണ്ട്സ്. ഈ സ്പേസും എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഈ സ്പേസാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. F1 പ്ലസ് അതുപോലെ തന്നെ അടുത്ത സ്ട്രിങ് പ്ലസ് അടുത്ത സ്ട്രിങ്, അങ്ങനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. വേറൊരു രൂപത്തിലും കൂടെ കുറേ കൂടി എളുപ്പത്തിൽ നമുക്കിത് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻറ്റ് ഇതേപോലെ തന്നെ F1 എന്നുള്ളതിന് പകരം %s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രിങ് ഉണ്ട് എന്നാണത് പറയുന്നത്. ആൻഡ് വീണ്ടും ഒരു സ്ട്രിങ് വേരിയബിൾ അല്ലേ, %s ആർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്ട്രിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും %സൈന് കൊടുത്തിട്ട് വേറൊരു ബ്രാക്കറ്റ് തുടങ്ങുകയാണ്. അതിൽ F1 F2 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് അല്ലേ, രാജു ആൻഡ് രാമു ആർ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ %s എന്നുള്ളതും പെർസെൻറ്റേജിനായിട്ട് വേറെ നമ്മൾ അവസാനം അടയാളപ്പെടുത്തി. ഇതിൽ വരുന്ന പെർസെൻറ്റേജ് സ്ട്രിങ്ങുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തത്. F1 എന്ന് പറയുന്നത് ആദ്യത്തെ എസ്, F2 എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന എസ്. ഓക്കെ, ഇനി കൂടുതൽ എസ്സുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ആ എസ്സുകൾ എന്ത് ചെയ്യും, ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂകൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലസ് സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രിങ്ങുകളെ കൂട്ടി യോജിപ്പിക്കാം. അതേപോലെ തന്നെ %s എന്ന് പറയുന്ന ഈ ഒരു സങ്കേതം ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ്ങുകളെ കൂട്ടി യോജിപ്പിക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു അക്കമാണ് അല്ലേ, ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. A എന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ AB എന്ന് കൊടുത്തത് ഒരു സ്ട്രിങ് ആണ്. നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ AB എന്നുള്ളത് 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് അവിടെ എഴുതും. ഓക്കെ, അങ്ങനെയാണ് സ്ട്രിങ്ങുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ഇനി ഒന്നിലധികം ലൈനുകളിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊരു സ്ട്രിങ് ആണ്. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ലൈനിൽ വരണം, സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിൽ വരണം, തേർഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ലൈനിൽ വരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് നമ്മുടെ സ്ട്രിങ് ആ ലൈനിൻ്റെ അവിടെ നിർത്തിയിട്ട് അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഞാൻ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വരിയായിരിക്കും വരിക, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എനിക്ക് അടുത്ത ലൈനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു സ്ലാഷ് മാർക്ക് എടുത്ത് n എന്ന് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലൈൻ എന്നാണത് സൂചിപ്പിക്കുന്നത്, പുതിയൊരു വരി. അതേപോലെ തേർഡ് എന്നുള്ളതും അടുത്ത വരിയിൽ വരണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു n, ഒരു സ്ലാഷും ഒരു n ആഡ് ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 വരിയായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊരു സ്ട്രിങ്ങിനെ അടുത്ത ലൈനിലേക്ക് അതിനിടയിൽ വെച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതേപോലെ ഒരു ബാക്ക്വേർഡ് സ്ലാഷും ഒരു എന്നും കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരു കവിത നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ കവിത എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. പക്ഷേ കവിതയുടെ ഓരോ ലൈനിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ഈ ന്യൂ ലൈൻ ആഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അതേപോലെ തന്നെ കവിത അങ്ങനെ നേരെ എഴുതി പോകാൻ കഴിയും, ആ ലൈന് നേരെ അങ്ങനെ എഴുതി പോകാൻ കഴിയില്ല. നമുക്ക് താഴെ 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 എന്നുള്ള രൂപത്തിലാണ് എഴുതാനും വായിക്കാനൊക്കെ എളുപ്പം. അപ്പോൾ അതെങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അതായത് മൾട്ടി ലൈൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് 3 കൊട്ടേഷൻ മാർക്കുകളാണ്. ഒന്നുകിൽ 3 സിംഗിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ 3 ഡബിൾ കൊട്ടേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈൻ എന്ന് എഴുതും. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യും അല്ലേ? പക്ഷേ 3 കൊട്ടേഷൻ കൊടുക്കുന്നവർ കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇനി സെക്കൻഡ് ലൈൻ, വീണ്ടും അടുത്ത ലൈൻ ഉണ്ടെങ്കിൽ അടുത്ത ലൈൻ, അങ്ങനെ നമുക്ക് എത്ര എഴുതാം. അവസാനം എന്ത് ചെയ്യുക, നമ്മുടെ 3 കൊട്ടേഷൻ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, ഡബിൾ ആണെങ്കിൽ ഡബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ പ്രിൻറ്റിൻ്റെ പാരന്തസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് ലൈനുകളുള്ള കവിതകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ് ആയിട്ട് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 3 കൊട്ടേഷൻ മാർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ന്യൂ ലൈൻ ക്യാരക്ടറുകളെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല. ഇങ്ങനെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സ്ട്രിങ്ങുകളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.